ഹായ് ഗൈസ്, ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു വേസ്റ്റ് കവർ കൊണ്ട് ഒരു ക്ലിപ്പ് ഉണ്ടാക്കി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് വന്ന കമൻറ്റ് ആയിരുന്നു, ഈ വെച്ചേക്കണ ഒരു ഹെയർ ബോ എവിടെ നിന്നാണ് വാങ്ങിയത്, ഓൺലൈനായിട്ടാണെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ എന്നെ റിപ്ലൈ കൊടുത്തായിരുന്നു, ഞാനത് ഓൺലൈനായിട്ട് മേടിച്ചതല്ല, ഞാനത് ഉണ്ടാക്കിയതായിരുന്നു. ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ ഈ ഹെയർ ബോനെ പറ്റി അറിയാവുന്ന കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ വിചാരിക്കും ഈ പിള്ളക്കല്ല് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിന് പിക്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. അങ്ങനത്തെ മോഡൽ തന്നെയായിരിക്കും ഇതും. അത് നമുക്ക് മേടിക്കാൻ കിട്ടും, ഈ പിലാക്കല്ല് എന്ന് പറഞ്ഞ സാധനം. അത് മേടിച്ചിട്ട് നമ്മൾ ഈ ഹെയർ ബോയിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതുപോലെ ചെയ്തതായിരിക്കും എന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് അങ്ങനെ മേടിച്ചൊരു സംഭവമല്ല, ഇതും എൻ്റെ ഒരു ഐഡിയയിൽ എനിക്ക് തോന്നിയിട്ട് ഞാൻ ചെയ്തൊരു സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. ഇത് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള സാധനം എന്താ, ഈ ഒരു സാധനം കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൻ്റെ ബാക്കിലൊക്കെ നമ്മൾ വെക്കില്ലേ, ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ വെക്കുന്ന ടൈപ്പ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇത് എൻ്റെ മാരേജിന് റിസപ്ഷൻ്റെ സമയത്ത് വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധനം കേട്ടോ. പക്ഷേ എനിക്കത് ഉപയോഗിക്കേണ്ടി വന്നില്ല. നമ്മുടെ ബ്യൂട്ടീഷ്യൻ ചേച്ചി എന്തൊക്കെയോ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിട്ട് വെച്ചത്. അപ്പോൾ നമ്മൾ മേടിച്ച സാധനം ഉപയോഗിച്ചില്ലായിരുന്നു. അപ്പോൾ ഇത്ര നാൾ നമ്മുടെ അലമാരിൽ ചുമ്മാ ഇരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നാൾ മുന്നേ അലമാരി ക്ലീൻ ചെയ്ത സമയത്താണ് അത് കിട്ടിയത്. അപ്പോൾ ഒരു ഐഡിയ തോന്നിയിട്ട് അപ്പോൾ അതിൽ ചെയ്യാൻ നോക്കിയതാണ്. പക്ഷേ അത് പാളിപ്പോയ ഐഡിയ ആയാനെ. പിന്നെ ഞാൻ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയെന്നുള്ളൂ. കാരണം അത് കാണുമ്പോൾ നോക്കി കണ്ടോ, ഒരു ഫ്ലവർ ഇരിക്കണ പോലെയാണ് നമുക്ക് തോന്നണത്. അപ്പോൾ അത് അതൊരു ഫ്ലവർ, ഇപ്പുറത്തൊരു ഫ്ലവർ, പിന്നെ താഴത്തെ ഭാഗത്തുണ്ടായ രണ്ടെണ്ണമാണ് നമ്മൾ ആ ഹെയർ ബോയിലേക്ക് വെച്ചേക്കണത്. അപ്പോൾ ഞാനത് ആദ്യം നോക്കിയ സമയത്ത് ഇതിൻ്റെ അടിയിൽ കുറച്ച് സ്റ്റിച്ചുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു ആ സ്റ്റിച്ചുകൾ പിടിക്കുമ്പോൾ ഇതിൻ്റെ ഓരോ ഫ്ലവറായിട്ട് ഇങ്ങോട്ട് വിട്ട് പോരും. ഇതങ്ങനെ ഓരോ ഫ്ലവറായിട്ടാണ് ഇരിക്കുന്നത്, വിട്ട് പോരുന്നതായിട്ട് വിചാരിച്ചത്. അങ്ങനെ അഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, പണി പാളി തുടങ്ങിയ കാരണം ഇത് ഒരു ഫ്ലവറായിട്ടല്ല, ഇതെല്ലാം കൂടി ഒരു ഒറ്റ മാലയാണ്. ഒരു മാല പോലെയാണ് ഈ ഹെയർ. എന്നിട്ട് അതിനവർ ചുറ്റി ഓരോ ഫ്ലവർ പോലെ ആക്കിയിട്ട് എടുത്തേക്കണതാണ് കേട്ടോ. പകുതിയോളം അഴിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് എന്ത് ചെയ്തു, അതിൻ്റെ ഓരോ ഫ്ലവറിൻ്റെ അറ്റം മുന്നോട്ട് കട്ട് ചെയ്തിട്ട് അവിടെ ഞാൻ തുന്നി വെച്ചു. ഇത് വിട്ട് പോരുന്നുണ്ട്, നമ്മളിവിടെ അപ്പം തന്നെ തുന്നിയില്ല എന്നുണ്ടെങ്കിൽ ആ മാല പോലെ ഇരിക്കുന്ന ആ ഹെയറുകൾ കൊണ്ട് വിട്ട് പുറത്തേക്ക് പോരും. എന്നിട്ട് വേഗം തുന്നിയെടുത്ത് അതിനൊരൊറ്റ ഫ്ലവർ പോലെ ആക്കിയതാണ്. ഇതുപോലെ കൂട്ടി പിടിച്ച് തുന്നിയിട്ടാണ്. അങ്ങനെ തുന്നിയിട്ട് പിന്നെ നമ്മളത് ആ ഹെയർ ബോയിലേക്ക് വെച്ചിട്ട് അവിടെ ഹെയർ ബോം ഞാൻ തുന്നി പിടിപ്പിക്കുക ചെയ്തത്, ഒട്ടിക്കല്ല, നന്നായിട്ട് തുന്നി വെച്ചു. തുന്നി കഴിഞ്ഞിട്ട് പിന്നെ അതൊന്ന് അവിടെ നന്നായിട്ട് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബാക്ക് ഭാഗത്ത് ഒരു ഫെൽറ്റിൻ്റെ പീസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ബ്ലാക്ക് ഉണ്ടായിരുന്നില്ല, റെഡാണ് ഉണ്ടായത്. അപ്പോൾ ഈ റെഡ് വെച്ചാൽ എന്തായാലും നമ്മൾ തലയിൽ വെച്ച് കഴിയുമ്പോൾ അടിഭാഗം കാണത്തില്ലല്ലോ. അപ്പോൾ റെഡ് ഫെൽറ്റ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും വീട്ടിൽ ഈ സാധനം ഇതുപോലെ ഉപയോഗിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇതിനെടുത്ത് തുന്നിയെടുത്തിട്ട് പഴയ വല്ല ഹെയർ ബോ ഉണ്ടെങ്കിൽ അതുമേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.